Hey, hello. My name is Divya. I am a psychologist. So, do you have any guess what will be our topic today? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം രോമാഞ്ചം. ദാറ്റ് മീൻസ് ഗൂസ് ബംസ്. സോ കുറേ പേർക്കൊക്കെ കുറച്ചൊക്കെ ധാരണയുണ്ടാവും. സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഐ വുഡ് ലൈക്ക് ടു സേ സം ഫാക്ട്സ് ആൻഡ് സം ഇൻട്രസ്റ്റിംഗ് തിങ്സ് റിഗാർഡിങ് ഗൂസ് ബംസ്. അപ്പോൾ ഈ ഇവല്യൂഷണറി എങ്ങനെ ഉണ്ടായത് വെച്ചാൽ ഇപ്പം പണ്ടത്തെ കാലത്ത് ആൻസിസ്റ്റേഴ്സ് ഒക്കെ അവരെ ഇപ്പം എഗനസ്റ്റ് ഇപ്പം ആരെങ്കിലും വരുമല്ലോ അറ്റാക്ക് ചെയ്യും, അപ്പം അറിയാണ്ട് നമ്മൾ രോമാഞ്ചപുളകിതരാകുമല്ലോ. അപ്പം നമ്മൾ ഹെയർ ഒക്കെ ഇറക്റ്റ് ചെയ്ത് നിൽക്കും, അതായത് ഇറക്റ്റ് മീൻസ് സ്റ്റാൻഡിങ് അപ്പ്. ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ബിഗ്ഗർ സൈസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വി വിൽ ഫീൽ ലൈക്ക് വി ആർ സംവാട്ട് ബിഗ്ഗർ ദാൻ അവർ യൂഷ്വൽ സൈസ്. സോ അപ്പം അത് എനിമീസിനെ അവർക്കൊരു പേടി പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു ടാക്റ്റിക്കാണ്, നമ്മളെ ബോഡി ഉപയോഗിക്കുന്ന ഒരു ടാക്റ്റിക്കാണ് ഗൂസ് ബംസ്. പിന്നെ അതുപോലെ അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും അറോസൽ വരുമ്പോൾ നമ്മുടെ ഫിസിക്കലി നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു റെസ്പോൺസ്, ദിസ് ഈസ് എ റെസ്പോൺസ് ദാറ്റ്സ് കോസ് ഫ്രം ദ ബോഡി ലൈക്ക് എൻ ഇമോഷണൽ സ്റ്റിമുലൈ. ആ സമയത്ത് അറിയാണ്ട് നമുക്കിപ്പം ചില ആൾക്ക് സങ്കടം വരുമ്പോൾ ഭയങ്കരമായിട്ട് രോമാഞ്ചം ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം വരുമ്പോൾ. ഞാൻ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അറിയേണ്ട പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കാണുമ്പോൾ ഒക്കെ ചെറിയ അറിയാതെ രോമാഞ്ചം വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് രോമാഞ്ചം വരും. സോ അതൊരു ഇമോഷണലി നമ്മൾ ഏത് തരത്തിലാണോ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നത്, നമ്മുടെ ബോഡിക്ക് അത് എപ്പോഴാണോ നമുക്ക് വാവ് ആ ഒരു ഫീൽ വരുന്നത്, അപ്പോൾ അറിയാതെ നമ്മളെ ബോഡി ഒരു റെസ്പോൺസ് ചെയ്യുന്ന രീതിയാണ് ഗൂസ് ബംസ്. ഗൂസ് ബംസ് ആർ ട്രിഗേർഡ് ബൈ ബ്രെയിൻസ് ത്രെറ്റ് റെസ്പോൺസ് സിസ്റ്റംസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇപ്പം പെട്ടെന്ന് നമുക്കൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടായി, അല്ലെങ്കിൽ വേഗം ഒരു കോർട്ടിസോൾ റഷ് ഉണ്ടായി, പെട്ടെന്ന് നമുക്ക് സഡൻ ആയിട്ടൊന്ന് ടെൻഷൻ ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലേഷനാണ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ പൈലോ എറക്ഷൻ എന്നാണ്. ഇറ്റ്സ് കെയിം ഫ്രം ദ ലാറ്റിൻ വേർഡ് പൈറോ മീൻസ് പൈലസ് എന്നാണ് അതിനെ പറയുക, നോട്ട് ദാറ്റ് പൈലസ്, പൈൽസ് അല്ല പൈൽസ്. സോ പൈൽസ് മീൻസ് ഹെയർ ആൻഡ് ഇറക്ഷൻ മീൻസ് സ്റ്റാൻഡിങ് അപ്പ്, അതായത് നേരെ സ്ട്രെയിറ്റ് അപ്പ് എന്ന് പറയില്ലേ, അതുപോലെ അതൊരു ലാറ്റിൻ വേർഡിൽ നിന്നുണ്ടായതാണ്. ആൻഡ് സോഷ്യൽ കണക്ഷൻ, നമ്മുടെ ഗൂസ് ബംസ് ആർ ഇൻഫ്ലുവൻസ്ഡ് വിത്ത് സോഷ്യൽ കണക്ഷൻസ്. ചിലപ്പോൾ നമ്മൾ ചിലവരെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ, ചില ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഓ ആ ഒരു ഫീൽ വരുമ്പോൾ നമുക്കറിയാതെ നമുക്കൊന്ന് രോമാഞ്ചപുളകിതരാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ ഗൂസ് ബംസിനെ. ഈവൻ ഇൻ യുവർ പേഴ്സണൽ ലൈഫ് ഓൾസോ യു ഗൈസ് വുഡ് എക്സ്പീരിയൻസ് ദാറ്റ് ആൻഡ് ഓൾ. എല്ലാവരുടെ ലൈഫിലും ഒന്നിലെ വേറെ ഒരു രീതിയിൽ നമ്മൾ ഗൂസ് ബംസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഫിയർ ആൻഡ് ആങ്സൈറ്റി, പെട്ടെന്ന് നമുക്കൊരു ടെൻഷൻ അടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സഡൻ ആയിട്ടൊന്ന് ഷോക്കിംഗ് ന്യൂസ് പോലെ കേൾക്കില്ലേ, ആ സമയത്തൊക്കെ യൂഷ്വലി നമുക്ക് ഉണ്ടാവുന്ന ഒരു ത്രെഡ് റെസ്പോൺസ് ആണ് ഗൂസ് ബംസ് എന്ന് പറയുന്നത്. പിന്നെ ഗൂസ് ബംസ് വിൽ എൻഹാൻസ് മെമ്മറി ഫോർമേഷൻ എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് അതൊരു ന്യൂറൽ പാത്വേ ഒക്കെ കുറച്ചുകൂടെ ക്രിയേറ്റ് ചെയ്യാനും അത് എൻഹാൻസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എസ്തെറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ കാണില്ലേ ചില ആൾക്കാരുടെ ഡ്രോയിങ്സ്, അതൊക്കെ കാണുമ്പോൾ നമ്മൾ വല്ലാത്ത ഒരു വാവ് ആ ഒരു ഫീൽ വരും. അങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് സന്തോഷപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ആൻഡ് ഗൂസ് ബംസ് ആർ ലിങ്ക് ടു ദ റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, എൻഡോഫെൻസ്, അതുപോലെയുള്ള ഒരുപാട് ഡോപ്പമൈൻ, കോർട്ടിസോൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂണിവേഴ്സൽ ആണത്, യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, വിച്ച് മീൻസ് അതൊരു ഷെയർഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഈ ഒരു കാര്യം ഉണ്ടാവും. ഓൾ പീപ്പിൾ, എവ്രി വൺ ഇൻ ദിസ് ഹോൾ പ്ലാനറ്റ് have experienced and had experienced the goosebumps. So if you guys are someone who had experienced the goosebumps recently, please feel free to share your thoughts on my YouTube channel, and let me guys vibe. So love you guys, be positive. If you love my videos, please follow me throughout my YouTube journey. Bye.